മച്ചാമാരെ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോഴഞ്ചേരിയിലാണ് കേട്ടോ. കോഴഞ്ചേരി തന്നെ കോഴഞ്ചേരി പാലത്തിന് തന്നെ താക്കുന്നത് കണ്ട. അപ്പോൾ ഞാനിവിടെ വന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാവേ. ഇവിടെ നല്ല അടിപൊളി ഒരു പാർക്ക്, അതായത് വൈകുന്നേരം സമയമൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റി കിടിലൊരു പാർക്ക് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ ബോർഡ് ഉണ്ടാവും, ബഹുമാനപ്പെട്ട ആറന്മുള MLA ശ്രീമതി വീണ ജോർജിൻ്റെ ആസ്തിക വികസന ഫണ്ട് 2022-23 നിന്നും 50 ലക്ഷം രൂപ അനുവദിച്ച് പമ്പാ നദിയുടെ കിഴക്ക് തീരത്ത് മാരാമൺ കൺവെൻഷൻ സെൻറ്ററിലേക്കുള്ള നടപ്പാതയും പുനരുദ്ധാനം സൗന്ദര്യവൽക്കരണവും നടന്നിട്ടുണ്ട്. 16/3/2024 ഇതിൻ്റെ ഉദ്ഘാടനം നടന്നത്. ശ്രീമതി വീണ ജോർജാണ്, ആരോഗ്യമന്ത്രിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തതും. ഇതാണ്ട ഈ സ്ഥലം കണ്ടാ, നമ്മുടെ പമ്പാ നദിയുടെ തീരത്ത് കണ്ട അതിമനോഹരമായിട്ടുള്ളൊരു പാർക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നാണ്ടല്ലോ, ഇവിടെ മൊത്തം കാട് കയറി കിടക്കുക. ഇതുണ്ടോ ഇരിക്കുന്ന ഈ ഒരു ഇരിപ്പടത്തിനകത്തൂടെ എല്ലാം കാട് കയറി കിടക്കുക. ഇതിപ്പോൾ നോക്കാനും എടുക്കാനും ഒന്നും ആരുമില്ല. അതുകൊണ്ട് ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കതേ ചെടിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ ആകെ വൃത്തികേടായിട്ട് കിടക്കുക. കണ്ട മൊത്തത്തിൽ ഇതുണ്ട്. എല്ലാ ഇരിപ്പിടത്തിലും പോച്ചകൾ തേക്കുന്നുണ്ട. ആ കാഴ്ചകൾ കണ്ട. ഇതൊക്കെ ലക്ഷങ്ങൾ മുടക്കി പണിതാണ്. ലക്ഷങ്ങൾ മുടക്കി പണിതാണ്. പക്ഷേ ഉണ്ടല്ലോ എൻ്റെ ഇവിടെയൊക്കെയാണ് ഇരിക്കാൻ പോലും പറ്റത്തില്ല. ഇവിടെ നിന്ന് ഇരിക്കാൻ പോലും പറ്റത്തില്ല. ഇത്രയൊക്കെ പൈസയൊക്കെ മുടക്കി പണിതിട്ട് ഈ ഒരു അവസ്ഥയിലേക്കൊക്കെ പോവാണ്. ഇത് 2 സൈഡും ഉണ്ട് കേട്ടോ. റോഡിൻ്റെ 2 സൈഡും ഉണ്ട്. അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ. നമ്മുടെ പമ്പാ നദിയുടെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചതുണ്ട്. പാലത്തിൻ്റെ തൊട്ട് താഴെ തന്നെ ഇത്രയും അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലം ഉണ്ടായിട്ട് ഇത് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നില്ല. കണ്ടാ അങ്ങ് ദൂരത്തിൽ കിടക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് കൺവെൻഷൻ നഗർ. അപ്പോൾ ഇതങ്ങനെ അധികം ആർക്കും അറിയാത്തൊരു സംഭവമാണ്. പക്ഷേ ഇത് നീറ്റായിട്ട് ക്ലീനായിട്ടൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഇഷ്ടം പോലെ ആളുകൾ വന്ന് വൈകുന്നേര സമയമൊക്കെ എൻജോയ് ചെയ്യുന്നൊരു സ്ഥലമായിട്ട് മാറും. നമ്മുടെ കോട്ടയത്തുള്ള 4 മണിക്കാറ്റ് പോലുള്ള അതിമനോഹരമായിട്ട് ഉള്ള സ്ഥലമായിട്ട് മാറും. ഈ നമ്മളീ നടക്കുന്ന തറയൊക്കെ ഇൻ്റർലോക്കൊക്കെ ഇട്ട് അടിപൊളിയാക്കിയതാണ്. പക്ഷേ ഇവിടെ ആൾക്കാർക്ക് വന്നിരിക്കാൻ പറ്റത്തില്ല, പോച്ചയും കാര്യങ്ങളൊക്കെ ആയതൊന്നുമല്ല. അതുകൊണ്ട് ഇവിടെ ഒരാളിരിപ്പുണ്ട്. പക്ഷേ ഈ 2 സ്റ്റെയർ കുഴപ്പമില്ലെന്ന് തോന്നുന്നുണ്ടോ. ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ഇതായിട്ട് കിടക്കണ്ട. എന്ത് രസമാണ് ഇവിടെ ഇരിക്കാൻ. വൈകുന്നേര സമയമൊക്കെ ആസ്വദിക്കാൻ കിട്ടില്ലെന്നൊരു സ്പോട്ടാണ് കേട്ടോ. മലയാളിയാ ഹിന്ദി വാല മലയാളിയല്ല, ബായി ആയതുകൊണ്ടായിരിക്കും ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഇതേണ്ട അടിപൊളി സ്പോട്ടാണ് കേട്ടോ. അടിപൊളിയൊരു സ്പോട്ടാണ്. പക്ഷേ ഇത് വൃത്തിയായിട്ട് മുളയൊക്കെ നട്ടുപിടിപ്പിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇരിക്കാനുള്ള ഇരിപ്പിടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അവിടെ എല്ലാം പോച്ച കയറി കിടക്കുന്നുണ്ട്. കിടിലൻ സ്പോട്ടാണെന്ന് പറഞ്ഞാൽ കിടിലൻ സ്പോട്ടാണ് കേട്ടോ. അന്യായം കേട്ടോ. ഇത് കണ്ടോ, ഇവിടുന്ന് അങ്ങോട്ടൊന്ന് നോക്കി എന്നെ വ്യൂ ആണെന്ന് കണ്ട. അടിപൊളിയാണ്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റി കിടിലൻ സ്പോട്ടാണ് കേട്ടോ. ഇത് ഒരു ഹിഡൻ സ്പോട്ടായിട്ട് ഇങ്ങനെ കിടക്കുക. ഇതണ്ട അടിപൊളിയാണ് കേട്ടോ. ഇതണ്ട പമ്പാ നദിയുടെ തീരത്ത് ഇത്രയും നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. ഇവിടെ വരെ ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട്. എന്താ ഇതൊക്കെ അടിപൊളിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ കിടിലൻ സ്പോട്ടാണ്. നമുക്ക് എന്താ പറയുക, നമ്മളെ പത്തനംതിട്ടയ്ക്ക് തന്നെ അഭിമാനമായിട്ട് മാറുന്നൊരു സ്പോട്ടാണ് കേട്ടോ. മുളയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ സംഭവം അങ്ങോട്ട് ജനങ്ങളിലേക്ക് എത്തിയിട്ടുമില്ല, ജനങ്ങളോട്ട് അറിഞ്ഞിട്ടുമില്ല. രസമുണ്ട് കേട്ടോ. ഈ ഇതുണ്ടോ, ഈ മുളയ്ക്കടിയിലൊക്കെ ഈ കൂടെ നടക്കുന്ന ആ ഒരു ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. അടിപൊളി ഒരു സ്പോട്ടാണ്. നിങ്ങൾ അധികാരികൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ മാക്സിമം ഇതൊന്ന് റെഡിയാക്കാനുള്ള ക്രമീകരണം ചെയ്യണം. ഇല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന്
നമ്മുടെ ഫണ്ട് ഉപയോഗിച്ച് പണിത ഒരു സ്പോട്ടല്ലേ. അപ്പോൾ അതിങ്ങനെ കടന്ന് നശിച്ചു പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഒരു സഹകരണം ഉണ്ടായാൽ മാത്രമേ ഇത് അധികാരികൾ ഇതിന് വേണ്ട നടപടികളൊക്കെ എടുക്കത്തുള്ളൂ. അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് അധികാരികളിൽ എത്തുന്നിടം വരെ, അതായത് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ കയ്യിലെത്തുന്നിടം വരെ ഈ വീഡിയോ ഒന്നും ഷെയർ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരിയുടെ ഫണ്ടിൽ നിന്നാണ് ഈ ഒരു പാർക്ക് റെഡിയായത്. പക്ഷേ എന്നിട്ട് ഇവിടുത്തെ കാഴ്ച ഇതാണെന്ന് പുള്ളിക്കാരി ഒന്നറിയണം. അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി കാണുന്നിടം വരെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണേ. മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. കണ്ട എന്ത് രസമാണ് കണ്ടത്, എന്ത് രസമാണ് കണ്ട. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കാം കണ്ട. അപ്പം വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് അധികാരികളിലെത്തണം. എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ ഒരു സ്ഥലത്തിന് ഒരു നീക്കുപോക്കുണ്ടാകണം, തീരുമാനം ഉണ്ടാകണം. കാരണം എന്താണെന്നറിയാം, നമ്മൾ അടുത്ത പ്രാവശ്യം വീഡിയോ ചെയ്യാൻ വരുമ്പോൾ ഈ ഒരു സ്പോട്ട് കിടിലൻ സ്പോട്ടായിട്ട് മാറണം. അതിന് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും വേണം. മാക്സിമം നമ്മുടെ ബഹുമാനപ്പെട്ട വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രി കാണുന്നിടം വരെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണേ. നമുക്കൂടെ അഭിമാനമല്ലേ ഇങ്ങനെ ഒരു കിടിലൻ സ്പോട്ട് ഇവിടെ ഉണ്ടായിട്ട് ഇങ്ങനെ നശിച്ചു പോയി അത് വീണ്ടും നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ നമുക്കൂടെ അഭിമാനമല്ലേ. അപ്പോൾ നിങ്ങൾ വീഡിയോ മറക്കാതെ ഷെയർ ചെയ്യണം കേട്ടോ.